ലിനോ ജേക്കബിനെതിരെ കുറെ വ്യാജ കത്തുകൾ അങ്ങ് എഴുതി എന്നൊരു ആരോപണമുണ്ട്. അങ്ങ് അതിനെ നിഷേധിച്ചും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. അത് നിഷേധിക്കേണ്ട കാര്യമല്ല. കാരണം ഇപ്പൊ നമുക്ക് കാണാൻ തെളിയിക്കുമല്ലോ. അല്ല, കാലം മാറി. അതല്ല അങ്ങനെ എന്താ വ്യത്യാസം? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും PR വർക്ക് നടത്തിയ സമയം ഇതാണ്. അതിൽ എഫക്റ്റീവ് PR വർക്ക് നടത്തിയത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അവിടെയാണ് ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത്, ജനങ്ങൾ സത്യം എത്തിക്കുന്ന എന്നത്. അതൊരു വലിയ സംഭവമാണ്. TVR ഷേണായുടെ മുമ്പിൽ പ്രധാനമന്ത്രി ഇരിക്കില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണും? ഈ എറണാകുളം ജില്ലയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് കൊച്ചി. എപ്പോഴും പറഞ്ഞില്ല ആരാണ് പ്രിയപ്പെട്ട ആളെന്ന്. അല്ല, അത് പറയാൻ പറ്റില്ല. ഈക്വലി ഒരുപാട് മോശക്കാർ അവരവരുടേതായ സ്ഥിതിയിൽ പ്രകടനത്തിലല്ല. ഓക്കെ സാർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സെബാസ്റ്റ്യൻ ബോളിൻ്റെ ആത്മകഥയിൽ ലിനോ ജേക്കബിനെതിരെ കുറേ വ്യാജ കത്തുകൾ അങ്ങ് എഴുതി എന്നൊരു ആരോപണമുണ്ട്. അങ്ങ് അതിനെ നിഷേധിച്ചും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. അത് നിഷേധിക്കേണ്ട കാര്യമല്ല. കാരണം ആ പ്രശ്നമുണ്ടായി. ഞാൻ ഇയാളെ നോട്ടീസ് അടിച്ചതാണ്. അപ്പോൾ ലിനോ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ലിനോയും കുടുംബമായിട്ടൊക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ലിനോ ഇത് ഞാൻ ചെയ്തതല്ല, എൻ്റെ കാരണം സഹിതം ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ലിനോ സമ്മതിക്കില്ല. ലിനോ പറഞ്ഞു ഞാനിത് പുറത്തിറക്കും, പ്രശ്നം ഉണ്ടാക്കും. അപ്പം അന്നത്തെ ലിനോയുടെ ലക്ഷ്യം അടുത്ത ഇലക്ഷനിൽ പുള്ളിക്ക് ഈ 2001 ഞാൻ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ പുള്ളിക്ക് നിൽക്കണം എറണാകുളത്ത്. അതാണ് പുള്ളിയുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു താനേ ലക്ഷ്യൻ്റെ. അപ്പോൾ എന്നോട് ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ അന്നത്തെ പല മാധ്യമങ്ങളിലും കഥ കൊടുത്തു. എനിക്കെതിരായിട്ട് ഭയങ്കരമായി. അപ്പം ഞാനൊന്നും പറയാൻ പോയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് തെന്നൽ സാറിൻ്റെ അടുത്ത് ഇരുന്നു പരാതിയായിട്ട്. തെന്നൽ സാറ് പറഞ്ഞു, മാഷിന് കൊടുക്കാവുന്ന ശിക്ഷ താൻ കൊടുത്തല്ലോ, ഇനി എന്ത് നടപടി എടുക്കാനാണ്, താനല്ലെങ്കിൽ നേരത്തെ KPC വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് തള്ളി. അപ്പോൾ അയാൾ കേസെടുത്തു. കോടതി പോയി. ഞാൻ പറഞ്ഞു ഫേസ് ചെയ്യാം. കോടതി പോയി. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ പിൻവലിച്ചു. പിന്നെ നമ്മളതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ എല്ലാ കാര്യത്തിനും ഒരു കൂൾനെസ് ഉണ്ടല്ലോ. അങ്ങായിരുന്നില്ല അതിന്. ഞാനല്ല, എനിക്കതിൻ്റെ കാര്യമില്ല. അതിന് അയാൾ പറയുന്നതിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എക്സ്പ്ലെയിൻ ചെയ്താൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ലേഖനം. ഒരു കുറിപ്പാണ്. അത് പിന്നെ നോട്ടീസായിട്ട് വന്നു എന്നുള്ളതാണ്. അതിൽ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയാണത് വന്നിരിക്കുന്നത്. പക്ഷെ ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല അത് പ്രിൻ്റ് ചെയ്ത്, ഞാനല്ല വിതരണം ചെയ്തത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ കോടതിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഫേസ് ചെയ്യാം. പറഞ്ഞ കാര്യത്തിൽ പലതിലും എനിക്ക് പറയാനുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ലില്ലിൻ്റെ കുറച്ച് മാഷേ സ്തുതി അവസാനിപ്പിക്കും. ഞാൻ അങ്ങനെ എടുത്തുചാടി ചെയ്യുന്ന ഒരാളല്ല. ഇവിടെ എല്ലാ ആവശ്യങ്ങളും നോക്കും. അങ്ങ് താമസിക്കുന്ന വീടടക്കം കൊച്ചി നിയോജക മണ്ഡലത്തിലാണ്. ഒരുപാട് നാളിന് ശേഷം ഇടതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷത്തേക്ക് UDF-ലേക്ക് ഈ മണ്ഡലം തിരികെ ലഭിച്ചിരിക്കുന്നു. മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷനാണ് ഇവിടുത്തെ നിയുക്ത MLA. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണും? ഈ എറണാകുളം ജില്ലയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായത്. കാരണം കൊച്ചിയിലെ KJ മാക്സ് ഒരു സാധാരണക്കാരൻ ഈ കവലയിലൊക്കെ ജോലിയൊക്കെ ചെയ്തിരുന്നതാണ്. അല്ലാണ്ട് ഡൊമിനിക്കിനെ തോൽപ്പിച്ചു. അന്ന് ഡൊമിനിക്ക് അതിശക്തനാണ്. പക്ഷെ എൻ്റെ ഭാര്യ ഡൊമിനിക്കിനോട് പറയും, ഡൊമിനിക്ക് ശ്രദ്ധിക്കണം, കാരണം മാക്സി ചെറുതായിട്ട് കാണാം. അതേ മാക്സിയെ തന്നെ ഞങ്ങളിവിടെ കോർപ്പറേഷനിൽ തോൽപ്പിച്ചിട്ടുണ്ട്. ഒരു ത്യാഗരാജൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ ഈ വാർഡിൽ തന്നെ നിർത്തി തോൽപ്പിച്ചിട്ടുണ്ട്, മാക്സിയായിട്ട് തോൽപ്പിക്കുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു, ശ്രദ്ധിക്കണം കേട്ടോ, ഇയാൾ ഹാർഡ് വർക്കിംഗ് ആണ്, ജയകുൽസോ ഡൊമിനിക്ക് തോറ്റു. പിന്നെ അത് കഴിഞ്ഞ് ചമ്മണി വന്നു, ചമ്മണി തോറ്റു. ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ജയിക്കും കേരളത്തിൽ സീറ്റുണ്ടെങ്കിൽ കൊച്ചിയായിരുന്നു. അത്രമാത്രം വർക്കയാണ് ചെയ്തു. ചെല്ലാനത്ത് ഉള്ള ടെട്രപ്പാഡ് ഉപയോഗിച്ച് നടത്തിയ പ്രൊട്ടക്ഷൻ വാൾ മനോഹരമാണത്. ഈ നിയോജനം അയാൾ നോക്കിയതുപോലെ ഒരു മനുഷ്യർ നോക്കിയിട്ടില്ല. ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് എന്താ, കൊച്ചി രാജീവ് അതുപോലെ കളമശ്ശേരി നന്നായിട്ട് നോക്കിയ ആളാണ്. വൈപ്പിൻ ഇങ്ങനെ 3-4 എല്ലാം കൂടി എറണാകുളത്ത് 4 കിട്ടണം. കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ, കളമശ്ശേരി ഇത് 4 ഞങ്ങളുടെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നതാണ്. അപ്പം അത് തികച്ചും അപ്പുറം. ഇതൊരു വേവ് വന്നു. ആ വേവിലല്ലെങ്കിൽ മാക്സിക്ക് തോക്കാൻ പറ്റും. പക്ഷെ അതിനൊരു നെഗറ്റീവ് പോയിൻ്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസി നോക്കുന്നവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ എതിർ സ്ഥാനാർത്ഥി ചെറുതായി കാണാൻ പറ്റത്തില്ല. ചെറുപ്പക്കാർക്കിടയിലൊക്കെ വലിയ ആവേശമായി മാറിയ മുഹമ്മദ് ഷിയാസ് ആയിരുന്നു സ്ഥാനാർത്ഥി. അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസി നോക്കിയാണ് ഇതിപ്പോൾ നമുക്ക് കാണാൻ തെളിയിക്കുമല്ലോ. കാലം മാറി. അതല്ല, അങ്ങനെ ചെറുപ്പക്കാർ എന്താ വ്യത്യാസം? മാക്സി അങ്ങനെ വലിയ വയസ്സനൊന്നും അല്ലല്ലോ. അല്ല, അതല്ല ഞാൻ പറഞ്ഞേ. അല്ല,
അതുണ്ടാക്കിയ അത് ഒരു വേവ് വന്നു ഇവിടെ. അതിനെന്നെ വേറെ മറുപടിയുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും PR വർക്ക് നടത്തിയ സമയത്താണ് ഞാനത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒരു ഇൻ്റർവ്യൂവിൽ. എല്ലാവരും ഞാൻ ഇൻ്റർവ്യൂ അതിൽ എഫക്റ്റീവ് PR വർക്ക് നടത്തിയത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അവിടെയാണ് ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് 22 വയസ്സിൽ വാർഡ് പ്രസിഡന്റ്. എൻ്റെ ജീവിതാഭിലാഷം കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം, കുമ്പളങ്ങി മണ്ഡലം പ്രസിഡന്റ്, ഇത്ര എനിക്കുള്ളൂ. അപ്പോൾ അവിടെ അന്ന് അക്കാലത്ത് കുമ്പളക്കണം, മരണം, ജനനം, മാമോദീസ് എല്ലാത്തിലും ഞാൻ പോകും. എൻ്റെ വൈഫ് പറയും നിങ്ങൾ എന്തെങ്കിലും കാണിക്കണം. പക്ഷേ എൻ്റെ ലക്ഷ്യം ജനങ്ങളുമായിട്ട് ഒത്തു നിൽക്കണം, ജനബന്ധം. അത് വേണോ? പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊരു മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചാൽ ഞാൻ എഴുതി ഉണ്ടാക്കി മനോരമ ഓഫീസിലും മാതൃഭൂമി കൊണ്ട് ജോണേട്ട ഇതൊന്ന് കൊടുക്കണം, സത്യം ഇതൊന്ന് കൊടുക്കണമെന്ന്. ഇന്നത് വേണോ? ഇന്ന് ഏജൻറ്റിനെ കണ്ടുപിടിച്ചൊക്കെ ഒരു PR ഏജൻറ്റിനൊക്കെ കാശ് കൊടുക്കുക, എല്ലാം നടക്കും. അതൊന്നും വേണ്ട. നല്ല സ്റ്റേറ്റ്മെൻറ്റുകളും നല്ല ഇടപെടലും ആണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്നെ തേടിയത്. അതൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഞാൻ എത്ര തലമുറയൊക്കെ മാഷിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം ചോദിക്കാനാണ് വന്നത്. മാഷ് തോമസ് മാഷ് ആയതുകൊണ്ടല്ലേ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വന്നിരിക്കുമോ? വേറെ ആൾ എഴുതിയ പുസ്തകം, എത്രയും പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു. അവർ നമ്മുടെ അടുത്ത് ഈ ഒരു പുസ്തകത്തിന്റെ പ്രൊമോഷൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാം ഇത്ര രൂപ എന്നാൽ ചെയ്യാം എന്നല്ലേ പറയുക. അത് വ്യത്യസ്തം. പക്ഷെ ഞാനൊരു കാര്യം പറയും, ഞാൻ TVR ഷേണായത് ഇപ്പം നിങ്ങൾ വരെയുള്ള ഒരു തലമുറയെ കണ്ടിട്ടുള്ളൂ. TVR ഷേണ അതിപ്രഗത്ഭനായിരുന്നു. ആ പുസ്തകത്തിൽ അങ്ങ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജോർജ് വർഗീസ് UN-യുടെ ഞാൻ രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകനായി? സാലറി വളരെ മീഗറാണ്. അതിനേക്കാൾ ബെറ്റർ സാലറി ASകാർക്കും ഇവർക്ക് അതിനേക്കാൾ അപ്പുറത്ത് പോകാൻ പറ്റുന്നതാണ്. കറപ്റ്റായിരുന്നില്ല, 10 പൈസ പോലും ഇവർ വാങ്ങിച്ചിരുന്നില്ല. അവർ ഉള്ളത് തന്നെ എല്ലാവർക്കും സ്മോളൊക്കെ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. ഷേണറിയല്ല അവിടെ ഇന്ത്യ പ്രസ് ക്ലബിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സ്മോൾ കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞു സാർ ഇതിൻ്റെ ഒരു അന്തസ്, പ്രൗഢി, ജനങ്ങൾ സത്യം എത്തിക്കുന്ന എന്നുള്ളത് അതൊരു വലിയ സംഭവമാണ്. TVR ഷേണായുടെ മുമ്പിൽ പ്രധാനമന്ത്രി ഇരിക്കില്ല, അത്ര അംഗീകാരം ഉണ്ടായിരുന്നു. ഞാൻ മാധവൻകുട്ടിയോട് പല പ്രധാനമന്ത്രിമാരുടെ പല മന്ത്രിമാരും അപ്പം മാധവൻകുട്ടി തോൽവി എല്ലാവരും വരുന്നത് മാധവൻകുട്ടി എന്താ എന്ന് ചോദിക്കും. ആ ജോലിക്ക് ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇന്ന് കുറഞ്ഞു താഴേക്ക് പോയെന്ന അഭിപ്രായക്കാരൻ തന്നെ. അന്തസ്സിൽ നിന്ന് താഴേക്ക് പോകുന്നു. അന്ന് ആരെങ്കിലും TVR ഷേണ PR വർക്കിന് പോകും, ജോർജ് വർഗീസ് പോകുമോ? ആരും പോകത്തില്ല. ഇന്ന് PR വർക്ക് ചെയ്യുക. ഈ ഇലക്ഷന് ഏറ്റവും കൂടുതൽ PR ചെയ്തത് ഇടതുപക്ഷമാണ്. അല്ല, അത് വേറെ കാര്യം. ഇടതാണെങ്കിലും വലതാണെങ്കിലും അത് ചെയ്തു. BJP ആണെങ്കിലും. അപ്പോൾ ജനബന്ധത്തെക്കാൾ ഇപ്പം ഇവിടെ ഞാൻ രാവിലെ 4:30 എഴുന്നേക്കുന്നത് എന്നെ കാണാൻ എത്ര ഇന്നൊരാൾ ഞാൻ ഇന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്, സാറേ ഞാനിവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഞാൻ ഈ പല്ലൊക്കെ തേച്ചിട്ടൊന്ന് ശരിയാകട്ടെ, അല്ല എനിക്ക് അത്യാവശ്യമാണ്, അയാൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ നമ്മൾ നിൽക്കുക. ഇന്നും അത് വിടാൻ കഴിയത്തില്ല. ഒരു മരണമുണ്ടായാൽ ഞാൻ പോകാൻ അന്വേഷിക്കും. ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ എല്ലാവരും വിളിക്കുമല്ലോ. ഇപ്പം എൻ്റെ പരിപാടിക്ക് തന്നെ K ബാബുവും ഡൊമിനിക് പ്രസൻറ്റേഷനും രാധാകൃഷ്ണൻ സാറും BJPയുടെ എല്ലാവരും വന്നു. തോമസ് ജേക്കബ് മനോരമയുടെ അദ്ദേഹം നടക്കാനൊക്കെ ബുദ്ധിമുട്ട് അദ്ദേഹം വന്നു. അതൊരു വ്യക്തിബന്ധമാണ്. ആ വ്യക്തിബന്ധം നിലനിർത്തുന്നതിൽ ഞങ്ങളെപ്പോലെ തലമുറയ്ക്ക് നിർബന്ധമുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടോ ഇപ്പോൾ? ഈ കൊച്ചിയിലെ പരാജയം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ 84 മത്സരിക്കുമ്പോൾ കൊച്ചുണ്ണി മാഷാണ് കാൻഡിഡേറ്റ്. ആരാ കൊച്ചുണ്ണി മാഷ്? കിരീടം വെക്കാത്ത രാജാവാണ്. കൊച്ചിയിലെ ആദ്യത്തെ മേയർ, 12,000 പേരുടെ കൊച്ചിൻപേട്ടിൽ 12,000 പേരുടെ നേതാവ്, മുമ്പിൽ നിന്ന് നയിക്കുന്ന ആളങ്ങനെ. ഞാൻ ഇതൊന്നും ഒന്നുമല്ല. ഞാൻ പറഞ്ഞ ലീഡറോടന്ന് ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഞാൻ സൊസൈറ്റിയിലൊക്കെ നിൽക്കാത്ത ആളാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ വലിയ 83,000 വോട്ട് ഞാൻ ജയിച്ചത്. മട്ടാഞ്ചേരിയിൽ ഞാൻ വോട്ട് ഞാനാണ് ലീഡ് ചെയ്തത്. ആ ഒരു കാലഘട്ടം. അതുപോലെ ജയിക്കപ്പേട്ടൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബാക്കി കാശുണ്ടാവും, KPC കൊണ്ടേ കൊടുക്കും. എൻ്റെ അധ്യാപകൻ പറമ്പിത്ര മാസ്റ്റർ അദ്ദേഹം സ്പീക്കറായപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിക്കും പതാരം കൊടുക്കണം, ശ്രീധരത്തിന് ചെറിയ പള്ളി കൊടുക്കണം. അന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ പോയി കാശുണ്ടായില്ല. സ്പീക്കറായപ്പോൾ പൈസ കൊണ്ടേ കൊടുത്തു. ഇങ്ങനെ ഒരു വ്യക്തിത്വമുള്ള ഒരു തലമുറയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് അതിൽ നിന്നൊന്നും ഡിഗ്രഡേഷൻ വന്നില്ലേ? കാലാനുസൃതമായ മാറ്റമാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം നോക്കൂ, 2 വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചയാണ്. അല്ല, അതൊക്കെ ഒരു ഇഷ്യൂ അല്ലേ? കാരണം DMK ഞാനറിയുന്ന 55 വർഷമായി വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ള ഒരു പാർട്ടി ഇന്ന് താഴെ വീണു. ഒരു വ്യക്തിയിൽ നിൽക്കുക. ഇപ്പോൾ ഒരു വ്യക്തിയിലല്ലേ അണ്ണാ DMK വേർപിരിഞ്ഞ് പകുതി MLA പകുതി കൂടുതൽ MLA അവർക്കൊപ്പം ചേരും. വിജയ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രഭാവത്തിലല്ലേ പോകുന്നത്. അതിന് വരെ പ്രിൻസിപ്പിളൊന്നും ഇല്ല
രാഷ്ട്രീയ പാർട്ടി. അല്ല, അവർ ജനോപകാരപ്രദമായ പദ്ധതികൾ, ജനോപകാരപ്രദമായ ഓഫറുകൾ, അതൊക്കെ നമുക്ക് ഇത് പറയുന്ന അല്ല, കൂട്ടത്തിൽ പറയാം. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചില പോളിസികളുണ്ട്, അല്ല, അദ്ദേഹത്തിന്റെ വ്യക്തതയുണ്ട്. അദ്ദേഹത്തിന്റെ MLA-മാരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്, അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പാർട്ടിക്കൊരു കാഴ്ചപ്പാട്, ഇപ്പോൾ CPM അല്ലെങ്കിൽ CPI, ആ കാഴ്ചപ്പാടുകളൊക്കെ കാലഹരണപ്പെട്ടു. ഇന്നത്തെ ജൻസി കുട്ടികൾക്കൊന്നും ദഹിക്കുന്നില്ല. പോകാൻ പറ്റും. ക്രൈസ്തവ സഭയ്ക്ക് എന്താ കാഴ്ചപ്പാടില്ലേ? ആ ക്രൈസ്തവ സഭ ഇല്ലാതാകും. അല്ല, ഞാനൊരു ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ VS ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മുസ്ലിം ബഹുഭൂരിപക്ഷ മേഖലയിൽ പോയി ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജാതിയോ മതമോ ഒന്നും ചർച്ചയായിട്ടില്ല. അല്ലെങ്കിൽ മുഹമ്മദ് ഷിയാസ് എങ്ങനെയാണ് കൊച്ചിയിൽ ജയിക്കുക? പക്ഷേ അതൊക്കെ ഇതിൻ്റെ പ്ലസ്. പക്ഷേ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എല്ലാ രംഗത്തും. പണക്കൊഴുപ്പ് നമ്മൾ ആലോചിക്കുന്ന പഴയ കാലത്തൊക്കെ പണക്കൊഴുപ്പല്ലല്ലോ, വ്യക്തി. ഇവിടെ ഞാനൊന്ന് ഓർക്കുന്നു, ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. എൻ്റെ അപ്പൻ്റെ പറഞ്ഞ കേട്ട്. ഞങ്ങൾക്ക് അന്ന് ബാലുമൽ ഫാമിലി ഉണ്ട്, ഇന്ത്യ സീ ഫുഡൊക്കെ. അവിടുത്തെ ജോസഫ് ബാലുമൽ, ജോസഫ് ഏട്ടൻ അങ്ങനെ വലിയ പണക്കാരനാണ്. അന്ന് പിന്നെ കരം കൊടുക്കുന്നവർക്ക് വോട്ടുള്ളൂ. മത്സരിക്കുന്ന പറമ്പിത്ര ഭക്ഷണം. ഒരു അധ്യാപകൻ, പച്ചപ്പെട്ടി മഞ്ഞപ്പെട്ടി. അപ്പോൾ അവിടെ ഈ രണ്ടു കൂട്ടരുടെ അവിടെ ചെന്നപ്പോൾ ചായക്കട ഇട്ടിട്ടുണ്ട്. ചെല്ലുമ്പോൾ അപ്പം അതൊക്കെ കഴിയും. പക്ഷേ ഒരു ഏത്തപ്പഴം പൊഴിക്കുന്നത് കിട്ടും. അത് കഴിച്ചിട്ടായി തൊലി അവിടെ ഏൽപ്പിക്കണം രണ്ടു കൂട്ടർ. എന്താ ഉദ്ദേശം? വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി എണ്ണി നോക്കി രണ്ടുപേരും. അപ്പോൾ ജോസഫ് ഏട്ടൻ ജയിച്ചിരിക്കുന്നത്, BN ജോസഫ്. പക്ഷേ പെട്ടി പൊട്ടിച്ചപ്പോൾ പറമ്പിത്രാശ ജയിച്ചു. പറമ്പിത്രാശ സമ്പന്നൊന്നും ആയിരുന്നു, സാധാരണ ഒരു മനുഷ്യൻ. അപ്പം അകത്തൊരു വ്യത്യാസമാണ്. അല്ല, ഇവിടെയുണ്ട് മത്സ്യത്തൊഴിലാളിയായ AD തോമസ്. അതെ, ആലപ്പുഴയിൽ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമീപനം നമ്മളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചു പോകുന്നു. ഒരു കാര്യം കൂടി, ഈ ഇടതുപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമായി ഡൽഹിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്. ഘടകകക്ഷികൾക്കുണ്ടായ ഒരു വലിയ നഷ്ടമുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾക്ക് കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B പോലെയുള്ള പാർട്ടികൾ ഇല്ലാതാവുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. അല്ല, അതൊരു വല്ലാത്തൊരു ഒഴുക്കിൽപ്പെട്ടു പോയതാണ്. അതിപ്പോൾ നമ്മൾ അപ്രതീക്ഷിത പറയുന്നത് ഇത്രയും ഇപ്പോൾ OSK മാണി തോക്കും. പക്ഷെ ഇതെല്ലാം പ്രതീക്ഷിച്ച ഒരാളുണ്ടായിരുന്നു. ആ നേതാവിനെ പറ്റി പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സെഷൻ അവസാനിപ്പിക്കാം. VD സതീശൻ. അദ്ദേഹത്തിന് ജോത്സ്യം കൈവശമുണ്ടോ? സതീശൻ്റെ എൻ്റെ സ്റ്റുഡൻറ്റാണ്. സതീശൻ അസാധ്യ കഴിവുള്ള ഒരാളാണ്. ഞങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സുഖകരമായി പോകാത്ത ഒത്തിരി സന്ദർഭം. ഞാൻ തേവര കോളേജിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. നല്ല ഷ്രൂഡാണ്. കാര്യങ്ങൾ ഞാൻ ചെയ്ത എല്ലാം ശരിയെന്നൊന്നും പറയുന്ന ആൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലുണ്ടാവും. കാര്യങ്ങൾ പഠിക്കും, അതൊരു വലിയ കാര്യം. അല്ല, എങ്ങനെയാണ് 100+ സീറ്റുകൾ കൊച്ചിയിൽ 14 ഞങ്ങൾ നേടും കൃത്യമായി ഷാർപ്പായി അതിൽ പഠിക്കുന്നു. അതിന് ഏജൻസ് ഉണ്ട് അയാൾക്ക്. ഇത് ഞാൻ പറഞ്ഞ പഴയ ഏജൻസ് അല്ല, വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന ആളുകളുണ്ട്. സതീഷിൻ്റെ സംഭാവന ചെറുതായിട്ട് കാണരുത്. അയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ ഉള്ള എല്ലാ അർഹതയുള്ള ആളാണ്. സംശയം എന്താ ഉണ്ടാകും? 5 വർഷക്കാലം നയിച്ചില്ലേ. ഇപ്പോൾ കഴിഞ്ഞ പ്രായം തോമസ് ഐസക്കുമായിട്ട് ഇയാൾ നടത്തിയ സംവാദം എന്താ? ഒന്നാം പിണറായി ഗവൺമെൻറ് അവിടെ നിന്നാണ് അയാൾ ഉയർന്നു വരുന്നത്. അവിടെ മോശക്കാരനാണ് തോമസ് ഐസക്, കാര്യങ്ങൾ പഠിക്കുന്ന ഒരാൾ. പക്ഷെ ആ സംവാദത്തിൽ കയറി വന്നു സതീശൻ. അപ്പോൾ സതീശൻ എന്ന് പറയുന്നൊരു ഭാവിയുള്ള ചെറുപ്പക്കാരൻ. അയാളിപ്പോൾ മുഖ്യമന്ത്രി ആയോ ആയില്ലേ വേറെ പ്രശ്നം, പക്ഷേ ഒരു ഭാവിയാണ്. ജനങ്ങ മനസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് ആ ഒരു ചിന്താഗതിയിൽ ഞാൻ പോയിട്ട്, കാരണം ഞാൻ ഡൽഹിക്ക് പോയ ഒരാളല്ലേ. പിന്നെ ഞാൻ ആ ഡൽഹി പൊളിറ്റിക്സും അത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇൻ ദ സെൻസ് ഈ കൃത്യമായി ഏറ്റവും മുതിർന്ന നേതൃത്വവും ഇത്രയും വലിയ ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നത്? ആ ബന്ധം എനിക്ക് വ്യക്തിബന്ധങ്ങളാണ്. ഇപ്പോൾ ഞാൻ TVR ഷേണായിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ ഷേണായിട്ട് ബന്ധപ്പെടുന്നു. ഞങ്ങൾ മനോരമ റാബി മാർക്കിൽ പോകും, ചായ കുടിക്കാൻ വേണം. മനോരമ ചായയുണ്ട്, അവിടെ പോയി സംസാരിക്കും. പിന്നെ ആ ബന്ധം അങ്ങ് നിലനിൽക്കും. ഇതുപോലെ തന്നെ ഇപ്പോൾ സോണിയാഗാന്ധിയോട് അന്നും ഇന്നും, ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് മാഡം മെസ്സേജ് അയച്ചതാണ്. ആ ബന്ധം എനിക്ക് നില, അത് എല്ലാവരോടും, ഞാൻ ആരോടും വൈരാഗ്യം കാണിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റത്തില്ല. സോണിയാഗാന്ധിയെ വിദേശ വനിത എന്ന് വിളിച്ച ഒരു അധ്യായം ഞാൻ വായിച്ചിരുന്നു. അതൊക്കെ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു തോമസ് മാഷ് കണ്ട ഇന്ത്യൻ രാഷ്ട്രീയം എപ്പിസോഡ് ബൈ എപ്പിസോഡായി ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഞാനത് അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. അതിൽ തന്നെ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് ശരത് പവാറാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ഞാൻ സോണിയയുടെ ബിലവഡ് ഓഫ് ദ മാസസ് എന്ന ബുക്ക് ഇംഗ്ലീഷിൽ ജനപ്രിയ എന്ന് പറയും മലയാളത്തിൽ. അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയാൽ ദ മാൻ ഹൂ സ്റ്റാബ്ഡ് ഫ്രം ബിഹൈൻഡ് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത് ബുക്ക് റിലീസ് ചെയ്യേണ്ടത് ആൻ്റണിയാണ്. ബുക്ക് റിലീസ് ചെയ്യുന്ന രാവിലെ ആൻ്റണി മാഷ് നിങ്ങളുടെ വന്നു. ഞാൻ ചെന്നപ്പോൾ
മാഷെ വെച്ച് ബുദ്ധിമുട്ടാണ്. എന്താ താൻ എഴുതിയേക്കണ പവാറിനെ കുറിച്ചാണ്. ഞാൻ ആ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? വേണ്ടെങ്കിൽ ഞാൻ പോയി ശരത് പവാറിനെ കാണാം, നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ നേരെ പോയി ചെന്നു. നമ്മൾ ആൻ്റണിയെ കണ്ടിട്ടാവുന്നു. Why did you talk about like? I said, with proof. I have evidence that you have stabbed Madam Gandhi. That is the reason. പിന്നിൽ നിന്ന് കുത്തി. You are the person. Otherwise, Madam would have a better future in Indian politics. ഈ ശരത് പവാറിന്റെ ആ ഒരു ആരോപണത്തിലാണോ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സോണിയ ഇല്ല? അതെ, സോൺ പറഞ്ഞത്. പിന്നെ സോണിയ വേണ്ടാന്ന് വെച്ചു. അല്ലെങ്കിൽ സോണിയ ചിലപ്പോൾ വരവായിരുന്നു. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി ആയിരുന്നു കൂടാ? 100 പ്രാവശ്യം. അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അന്നായി? ഒരു 2.5 കൊല്ലം രാഹുൽ ഗാന്ധി. ഞാനും രാഹുൽ ഗാന്ധിയും കൂടിയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ തന്നെയാണല്ലോ. ഞങ്ങൾ 2009 ഗവൺമെൻറ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു രാഹുൽ കൂടി വരട്ടെ, രാഹുൽ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കട്ടെ. അതുപോലെ പിന്നീട് 2014 വന്നപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കട്ടെ, നയിക്കട്ടെ, ഓർഗനൈസേഷൻ. പിന്നീട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയങ്ക നടത്തട്ടെ. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഫ്രാങ്കിനെസ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. അതായത് കോൺഗ്രസിൻ്റെ നല്ല കാലത്തൊന്നും അവരെ ബ്രാൻഡ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം നശിച്ച് നാരായണക്കല്ല് പറിച്ച് തുടങ്ങിയപ്പോഴാണ് ഇവർ നേതൃത്വത്തിലേക്ക് വരുന്നത്. അല്ല, അത് ഫ്യൂച്ചറുള്ള ആളുകളല്ലേ. നെഹ്റു ഫാമിലിക്ക് ഒരു വലിയ വലിയ ബന്ധം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്, ജനങ്ങളോട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മിക്ക വീടുകളുടെ പഴയ കാലത്തൊക്കെ പണ്ഡിറ്റ്ജി കാണും, ഇന്ദിരാജി ഫോട്ടോ കാണും, അങ്ങനെ കുറേ ഫോട്ടോ, മഹാത്മജിയുടെ ഫോട്ടോ ഉണ്ടാവും. അത് ആ ബന്ധങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുലിൻ്റെ ഒരു ഫ്യൂച്ചറുണ്ട്, പ്രിയങ്കയ്ക്ക് ഡെഫിനറ്റായിട്ടൊരു ഫ്യൂച്ചറുണ്ട്. പക്ഷേ അത് നമ്മൾ കെയർഫുള്ളായിട്ട് ഒരു അവധാനതയോടുകൂടി ഇമോഷണലാവാതെ വേണം നടത്താൻ. ഓക്കെ, എന്തായാലും വരും ദിവസങ്ങളിൽ അങ്ങ് കണ്ട ഇന്ത്യൻ രാഷ്ട്രീയം എപ്പിസോഡ് ബൈ എപ്പിസോഡായി നേഷൻ ഫസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ. ഇത് കേട്ടിട്ട് മറ്റേതെങ്കിലും ചാനലുകാർ അങ്ങേ സമീപിച്ചാലും ഇല്ല, ഞാൻ അവനോട് ഇത് വാക്ക് കൊടുത്തു പോയി പറയാൻ സാധിക്കട്ടെ. ഓക്കെ, എന്തായാലും തോമസ് മാഷിൻ്റെ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും അന്തപുര കഥകൾ പലതും പറയുന്നുണ്ട് ഈ പുസ്തകം. മന്ദാരം പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. DC ബുക്സും മാതൃഭൂമിയും അടക്കമുള്ള പ്രമുഖ പുസ്തകശാലകളിലൊക്കെ പുസ്തകം ലഭ്യമാണ്. ഞാൻ രാവിലെ DC നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഒരു കോപ്പി ഒപ്പിച്ചത്. പക്ഷേ ഞാൻ വൈറ്റില മെട്രോയിൽ എത്തിയപ്പോൾ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ ഇത് കണ്ടു. അപ്പം പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വില 540 രൂപയാണ്. വാങ്ങുക, വായിക്കുക. താങ്ക് യു.